മതവും ചോദിച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തി. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടുത്തെ തന്നെ തൊഴിലാളികളാണ് ഇത്തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു പറയുന്നത്. വീണ്ടും പഹൽഗാം മാതൃകയിലുള്ള ആക്രമണമാണോ ഇവിടെ അവർ നടത്താൻ ശ്രമിച്ചതെന്ന ചോദ്യങ്ങളടക്കം ഉയരുന്നു. നിരപരാധികളെ മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. ആ കാരണത്താൽ തന്നെ ഇവിടെ വലിയ രീതിയിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തോയ്ബയാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരണം പുറത്തു വന്നതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഈ തൊഴിലാളികളോട് അവരുടെ പേരും മതവും അടക്കം ചോദിച്ചതിന് ശേഷമാണ് പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിൽ ഇവിടെ കൊല്ലപ്പെട്ട തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ പറയുന്നതനുസരിച്ച് തോക്കുധാരികളായ ഭീകരർ ആദ്യം തൊഴിലാളികളോട് പേരും അവരുടെ മതവും ജാതിയും ചോദിച്ചറിഞ്ഞ ശേഷമാണ് വളരെ അടുത്തുനിന്ന് തന്നെ വെടിയുതിർത്തത്. പഹൽഗാമിൽ അവിടെ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ആക്രമണത്തിന്റെ അതേ മാതൃക തന്നെയാണ് കുൽഗാമിലും ആവർത്തിച്ചതെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഛത്തീസ്ഗഡ് സ്വദേശികളായ ദീപക് രാത്രി, അതേപോലെ ഭൂപേന്ദ്ര ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇഷ്ടിക ചൂളയ്ക്കകത്താണ് ഇത്തരത്തിൽ ഭീകരർ ആക്രമിച്ചു കയറിയത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഓരോ തൊഴിലാളിയോടും വ്യക്തി വിവരങ്ങൾ ചോദിച്ചുറപ്പിച്ച ശേഷമാണ് വെടിവെപ്പ് നടത്തിയതെന്നതാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു സാധാരണ ആക്രമണമല്ല എന്നും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് എന്നും കുടുംബാംഗങ്ങൾ ആരോപിച്ചു. ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ സാധാരണ തൊഴിലാളികളെയാണ് ഭീകരർ ലക്ഷ്യമിട്ടതെന്നതാണ് അവർ പറയുന്നത്. ഈ സംഭവം പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മതവും ജാതിയും ചോദിച്ചുറപ്പിച്ച ശേഷം നിരപരാധികളെ വെടിവെച്ച് കൊല്ലുന്ന രീതി കാശ്മീരിൽ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് എങ്കിലും അത് വലിയ സുരക്ഷാ വെല്ലുവിളികളായി മാറുമെന്നും സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. സമൂഹത്തിൽ ഭിന്നിപ്പും ഭീതിയും സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നതാണ് ആശങ്ക ഉയരുന്നത്. സംഭവത്തിന് പിന്നാലെ തന്നെ കുൽഗാമിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സുരക്ഷാ വളരെയധികം കർശനമാക്കിയിട്ടുണ്ട്. സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്താൻ ഡ്രോണുകളും സാങ്കേതിക നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ തന്നെ വിന്യസിപ്പിച്ചതായാണ് അന്വേഷണം ഇവിടെ പുരോഗമിക്കുന്നതും. കൊല്ലപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങൾ കേന്ദ്ര സർക്കാരിനോട് കടുത്ത നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിൽ വീണ്ടും നിരപരാധികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ആവർത്തിക്കരുതെന്നും കുറ്റവാളികളെ എത്രയും വേഗം തന്നെ കണ്ടെത്തി മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മാത്രമല്ല, കാശ്മീരിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികളുടെ പുതിയ തന്ത്രമാണോ അതോ ആക്രമണം ഇത്തരത്തിലൊരു ആക്രമണം എന്നതാണ് ഇപ്പോൾ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ പുരോഗതിയോടുകൂടി തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷ ഇവിടെയുണ്ട്. തൊഴിലാളികൾ താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് ആക്രമിച്ചു കയറിയ തോക്കുധാരികളായ ഭീകരർ ഓരോരുത്തരുടെയായി തന്നെ അവരുടെ പേരും ജാതി പശ്ചാത്തലവും ചോദിച്ചുറപ്പിച്ച് അല്ലെങ്കിൽ ഉറപ്പുവരുത്തിയ ശേഷമാണ് തുരുതരാ വെടിയുതിർത്തത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ദരിദ്ര തൊഴിലാളികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഈ ഭീകരാക്രമണം പ്രദേശത്ത് മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും വലിയ ഭീതി പടർത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യരെ മതം നോക്കിയും ജാതി നോക്കിയും കൊലപ്പെടുത്തുന്ന ഭീകരരുടെ ഈ രീതി കാശ്മീരിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുവാനും വർഗീയത ചേരിതിരിവ് ഉണ്ടാക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് എന്നതാണ് ഇവിടെ ബന്ധുക്കളടക്കം ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവത്തെ തുടർന്ന് കുൽഗാമിലും സമീപ മേഖലകളിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യവും പോലീസും നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.